പോര് കടുക്കുമോ എന്നതാണ് ചോദ്യം. ഞാൻ സുജയെ നേരത്തെ ഈ മണ്ണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനോട് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആനന്ദ് ജെ തമ്പിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഒരു ഭാഗം ഞാൻ വായിക്കാം. ആനന്ദ് ജെ തമ്പിയെ പ്രേക്ഷകർക്കറിയാം. RSS പ്രവർത്തകനായിരുന്നു. തൃക്കണ്ണാപുരത്ത് BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് ചില നേതാക്കൾ ഉറപ്പുകൊടുത്തിരുന്നുവെന്ന് ഒക്കെയാണ് അദ്ദേഹത്തിന് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന വാചകം ഇതാണ്: BJP ഏരിയ പ്രസിഡന്റ് ആലപ്പുറം കുട്ടൻ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSS നഗർ കാര്യവാഹ് രാജേഷ് എന്നിവർ മണ്ണ് മാഫിയ സംഘമാണ്. ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അധികാരം കൈയാളാൻ ഒരാൾ വേണം. അതിനുവേണ്ടിയാണ് മണ്ണ് മാഫിയക്കാരനായ ഒരാളെ, ഞാൻ ആ സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നില്ല, BJP സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഒന്ന് നോക്കൂ, മണ്ണ് മാഫിയ സംഘവുമായി BJPക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ഒരാളുടെ പേരാണ് ആനന്ദ് ജെ തമ്പി. ഈ വിഷയത്തിൽ ഇതുവരെയും BJPക്ക് RSSന് പോലും തൃപ്തികരമായൊരു മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ദറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. ആ BJP തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം കാഴ്ചവെക്കും. പക്ഷേ അതിൻ്റെ ധാർമ്മികതയാണ് നിലവിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത്. ഇനി 2, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന പോര് എങ്ങനെയാണ് നിയമസഭയിൽ പ്രതിഫലിക്കുക എന്നതിലാണ് എനിക്കേറെ കൗതുകം. 2015, 2020 നമ്മുടെ മുന്നിലുള്ള 2 തദ്ദേശ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ എടുത്താൽ കൗതുകകരമായൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2015 വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ. വോട്ട് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ 37.2%, 37.4% യഥാക്രമം UDFനും LDFനും കിട്ടിയത്. എന്നാൽ അത് നിയമസഭയിലേക്ക് എത്തുമ്പോഴോ 5% മുകളിൽ മാറുന്നു. അതായത് തൊട്ടടുത്ത വർഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2020 ഇതേ കണക്കാണ്. 2020 ആകുമ്പോഴേക്ക് അതിനൊരു വ്യത്യാസമുണ്ട്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അന്ന് ആൻറ്റി ഇൻകംബൻസി ശക്തമാണെന്നും സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഈ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിപക്ഷം വിമർശനത്തിൻ്റെ മുനയിൽ നിർത്തുമ്പോഴാണ് 2.93% വർധനവുണ്ടായി 40% LDF വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത്. എന്നാലത് തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് വീണ്ടും 5% വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഡിക്കേറ്ററാണ്. LDFനാണ് മുൻതൂക്കമുണ്ടാവുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ അത് എങ്ങനെയാണ് നിയമസഭയിൽ അത് വലിയ രീതിയിലുള്ളൊരു പിന്തുണയായിട്ട് മാറുന്നത് എന്നുള്ളത് കൗതുകകരമായൊരു കാര്യമാണ്. പ്രേക്ഷകർ ഓർമ്മിക്കണം, 42 മണ്ഡലങ്ങളിൽ 20,000-ലധികം ഭൂരിപക്ഷമാണ് LDFന് 2021 കിട്ടിയിരിക്കുന്നത്. 69 മണ്ഡലങ്ങളിലാണ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 10,000-ലേറെ ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ അങ്ങനൊരു വലിയ സാധ്യത അവിടെ കിടക്കുക നിയമസഭാ മണ്ഡലങ്ങളിൽ. ആ MLA-മാരുടെ പെർഫോമൻസ് അടക്കം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം എന്താണ് ആൻറ്റി ഇൻകംബൻസി എന്ന് ചെയ്യിക്കുന്നത്? പല തിരഞ്ഞെടുപ്പുകളിൽ പല രീതിയിലാണല്ലോ ആൻറ്റി ഇൻകംബൻസി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആൻറ്റി ഇൻകംബൻസി എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായിട്ടാണ് ഈ കേരളത്തിൽ ഇന്നേ വരെ പ്രകടമായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് വരുന്നത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അടിയന്തരാവസ്ഥയുടെ സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി ആയിരുന്നില്ല, സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ളൊരു പ്രോ ഇൻകംബൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കൂ, ഇവിടെ വലിയ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്ന ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ വസ്തുത എന്താണ് എന്നത് ഞാനൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. UDFും LDFും തമ്മിലുള്ളൊരു കമ്പാരിസൺ നമുക്കൊന്ന് ചെയ്തു നോക്കാം. UDFിൻ്റെ പ്രകടന പത്രിക വന്നിട്ടുണ്ടല്ലോ. UDFിൻ്റെ പ്രകടന പത്രികയും LDFിൻ്റെ പ്രകടന പത്രികയും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണാം. അത് LDFിന് അനുകൂലമാണെന്നാണ് എൻ്റെ നിലപാട്. ആൻറ്റി ഇൻകംബൻസി നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സാധാരണ ജനജീവിതത്തെ തൊട്ടറിഞ്ഞു പോകുന്ന പോളിസികളും അതവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. വികസനം അനുഭവവേദ്യമാവുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. നമ്പർ 2, വിവിധ സെഗ്മെന്റുകളിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരെ എങ്ങനെയാണ് ഈ ഭരണം ബാധിച്ചിരിക്കുന്നത്? അത് വയോജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? അത് സ്ത്രീകളെ എങ്ങനെ ബാധിക്കുന്നു? പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു? യുവാക്കളെ എങ്ങനെ ബാധിക്കുന്നു? ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ തുടങ്ങാം. ഇപ്പോൾ വീടാണ് ഇതിൽ UDF പറഞ്ഞിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. UDF പറയുന്നത് 5 വർഷം കൊണ്ട് കേരളത്തിൽ മിക്കവാറും വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കുമെന്ന്. നമ്മുടെ ട്രാക്ക് റെക്കോർഡ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാനൊരു കണക്ക് പ്രേക്ഷകരോട് പറയാം. കോടിയേരി ബാലകൃഷ്ണൻ 24/2/2016 ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം ഈ മൊത്തം പാർപ്പിട പദ്ധതികൾ UDFിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് എത്ര നടപ്പിലാക്കി എന്നുള്ളതാണ്. അതിന് കിട്ടിയ മറുപടി വിവിധ പദ്ധതികൾ ഇങ്ങനെ ക്രോഡീകരിച്ചു പറയുന്നത് 5002 വീടുകൾ എന്നാണ് മൊത്തം എണ്ണിയെടുത്താൽ. അതായത് 2016 വരെ ഭരിച്ച UDF സർക്കാരിൻ്റെ കാലത്ത് 2011 മുതൽ 2016 വരെ 5002 വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തതെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇക്കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സർക്കാർ ഇപ്പോൾ പൂർത്തിയാക്കാൻ പോകുമ്പോൾ 5 ലക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇനി 4 മാസം കൂടി അവശേഷിക്കുമ്പോൾ 4,71,442 വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് 5000 വീട്, മറുഭാഗത്ത് 10 വർഷം കൊണ്ട് 4,71,442. നമ്മൾ ചുരുക്കിയാൽ പോലും 2.5 ലക്ഷം വീട് 5 വർഷം ഈ LDF സർക്കാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ 366 ദിവസം 182 വീടുകൾ, ഒരു മണിക്കൂറിൽ ഒരു ദിവസം 182 വീടുകൾ,
24 മണിക്കൂർ കൊണ്ട് 182 വീടുകൾ, 1 മണിക്കൂറിൽ 6-ലധികം വീടുകൾ, ഓരോ 10 മിനിറ്റിലും ഓരോ വീടുകൾ എന്ന കണക്കിലാണ് LDF സർക്കാരിൻ്റെ കാലത്ത് വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് സമ്പൂർണ്ണ ഭവന പദ്ധതി ഉണ്ടാക്കും എന്നുള്ളതിനെ ജനങ്ങൾ അംഗീകരിക്കുമെന്നൊരു വാഗ്ദാനമായിട്ട് നിൽക്കുന്നു. എന്നാൽ ഓരോ 10 മിനിറ്റിലും വീട് വെച്ച് കൊടുക്കുന്നു എന്ന കണക്ക് LDF മുന്നോട്ട് വയ്ക്കുന്നു. അത് അനുഭവമായി നിൽക്കുന്നു. ഒന്ന് അനുഭവം, മറ്റൊന്ന് വാഗ്ദാനം. രണ്ടാമത്തത് ദാരിദ്ര്യമടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഫണ്ടിൽ വലിയ വെട്ടിക്കുറവുണ്ടായി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ തനത് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കണക്കുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 52,648 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻസ് ഇൻ ഫണ്ടായിട്ട് കൊടുത്തതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് വർദ്ധിച്ചു. 16,000 കോടി വർദ്ധിച്ചു. 70,527 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചു. രണ്ട് സർക്കാരും കൂടി 1,23,175 കോടി രൂപയാണ് ഇന്നേ വരെയുള്ള സർക്കാരുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് സർക്കാരിന്റെ തനത് നികുതി വരുമാനവും ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നികുതിയും കൂടി കൂട്ടി നോക്കിയാൽ ആ റേഷ്യോയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്താണെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. അപ്പോൾ തനത് നികുതി വരുമാനത്തിൽ വർധനമുണ്ടാക്കുകയും അത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻസിൻ്റെ ഈടായിട്ട് കൊടുക്കുന്ന കാര്യത്തിലും വേണ്ടത്ര കുറവ് സംഭവിച്ചിട്ടില്ല. അതാണ് പ്രകടന പത്രികയിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ വികസനം തദ്ദേശ താഴെ തട്ടിൽ നിന്ന് തന്നെ വികസനം മുന്നിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു. വികസനം അനുഭവവേദ്യമാവുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ കണക്കുകളുണ്ടല്ലോ. പെർ ക്യാപിറ്റ എങ്ങനെയാണ് നമ്മൾ വർദ്ധിച്ചത്, വരുമാന വർധനമുണ്ടായിരുന്നതിൻ്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് നമ്മുടെ മുന്നിലുണ്ട്. കടത്തിൻ്റെ കാര്യത്തിൽ കിടക്കണിയിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തമായ കണക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. 14ാം സ്ഥാനത്ത് മാത്രമാണ് കേരളം ഇന്ന് കടക്കണിയിൽ നിൽക്കുന്നത്. അതിന് തൊട്ടുമുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളേതാ? BJP JDU ഭരിക്കുന്ന ബീഹാറുണ്ട്. ജമ്മു കാശ്മീരിലാണ് 1ാം സ്ഥാനത്ത്. രാജസ്ഥാൻ 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറെക്കാലം കോൺഗ്രസ് ഭരിച്ച പഞ്ചാബ്, ആം ആദ്മി പാർട്ടി ഭരിച്ച പഞ്ചാബ് 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കടക്കണിയിൽ കേരളം 14ാം സ്ഥാനത്താണ്. ദാറ്റ് ഈസ് എ ഫാക്ട്. അപ്പോൾ മറുഭാഗത്തെ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്നു കേരളം എന്നുള്ള പ്രചരണത്തിനും വാസ്തവമില്ല. ഇത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെ ആന്റി ഇൻകംബൻസി ആയിട്ട് കൊണ്ടുവരുന്ന ഘടകമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ വരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ പ്രകടന പത്രികയിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എനിക്കൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രകടന പത്രികയായി വന്നതുകൊണ്ടാവാം UDF അതിനെക്കുറിച്ച് പറയാത്തത്. പക്ഷേ നോക്കൂ, കയ്യിൽ 3,200 രൂപയാണ് ഈ കഴിഞ്ഞ മാസം സാമൂഹ്യക്ഷേമ പെൻഷനായിട്ട് ഒരു വയോധിക വാങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൃദ്ധൻ വാങ്ങിയിരിക്കുന്നത്, 60 പൈസ പിന്നിട്ടൊരാൾ വാങ്ങിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ചെറിയ മാറ്റമല്ല. അത് ജനങ്ങളുടെ കൈകളിലേക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമായിട്ട് ഈ പണം കയ്യിലെത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതേപോലെ വീട്ടമ്മമാരുടെ കാര്യത്തിൽ 35 വയസ്സിന് മുകളിലുള്ള 60 വയസ്സിനിടയിലുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മധ്യപ്രദേശിൽ നിങ്ങൾ നോക്കൂ, ബീഹാറിൽ നിങ്ങൾ നോക്കൂ, ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. സർക്കാരിൻ്റെ വികസന പദ്ധതി ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങളെ പോസിറ്റീവായിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വിധി എഴുതുന്ന ഒരു ട്രെൻഡ് മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ട്രെൻഡ് ഇക്കുറിയും ആവർത്തിക്കും. അതിൻ്റെ ഒരു ഗുണഫലം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരും. അത് പൂർണ്ണമായിട്ടും ആവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടി പാതി ഈ തദ്ദേശ സ്ഥാപനത്തിൽ ഉണ്ടാവും. അത് സൃഷ്ടിക്കുന്നതൊരു പ്രതീതിയാണ്. ഈ ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയുന്നൊരു വേവായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് സർക്കാരിനെതിരെ ബാധിക്കും. പ്രോ ഇൻകംബൻസിയുടെ കാരണമാണ് ഞാൻ പറയുന്നത്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ 2000 രൂപ കൂട്ടിക്കൊടുക്കുമെന്ന് UDF പറയുന്നു. ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊടുത്ത സർക്കാർ ഏതാ? UDF എന്ന സർക്കാരിൻ്റെ കാലത്ത് 1000 രൂപയായിട്ടല്ലേ അത് കൂട്ടിക്കൊടുത്തത്. ആ 1000 രൂപയിൽ നിന്ന് ഘട്ടം ഘട്ടമായി 8000 രൂപയായിട്ട് 8 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണ്. അപ്പോൾ 2000 രൂപ കൂട്ടിക്കൊടുക്കുമെന്നുള്ളത് UDFിൻ്റെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായി നിൽക്കുന്നു. മറുഭാഗത്ത് 8 മടങ്ങത് 8000 രൂപയായിട്ട് വർദ്ധിപ്പിച്ച LDF സർക്കാരിൻ്റെത് ഒരു അനുഭവമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി പ്രകടന പത്രികയുടെ കാര്യം തന്നെ എടുക്കൂ. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 600 പ്രകടന പത്രികകളിൽ 580 വാഗ്ദാനങ്ങളും കൃത്യമായി പാലിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയ സർക്കാരാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് വന്നാൽ 900 വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. അതിൽ 731 പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കി ഇൻ പ്രോഗ്രസ് ആണ് എന്ന് പറയുന്നു. ഓരോ വർഷവും പ്രകടന പത്രികയുണ്ട്. അപ്പോൾ നമുക്ക് പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്താൽ UDFിനേക്കാൾ മുൻതൂക്കം LDFിലാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. യുവാക്കളെ സംബന്ധിച്ച് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ UDF സർക്കാരിൻ്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് 7400 സ്റ്റാർട്ടപ്പുകളായിട്ട് വർദ്ധിച്ചു. 74,000 തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. ഒന്നും രണ്ടുമല്ല. അതിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായത് എന്താ? നമുക്ക് ദേശീയ തലത്തിൽ റാങ്കിംഗ് ഭരിച്ചു സുജയ. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ
കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു. ഫാസ്റ്റ് മൂവർ സംസ്ഥാനമായിട്ട് കേരളത്തെ അംഗീകരിച്ചു. എങ്ങനെയാ? വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറി. അത് അംഗീകരിച്ചത് ആരാ? പീയൂഷ് ഗോയലാണ് കേരളത്തിന് പുരസ്കാരം കൊടുക്കുന്നത്. BJP കാലങ്ങളായി പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് മോഡൽ വികസനം വേണമെന്ന. ഗുജറാത്ത് അല്ല ഇന്ത്യയിൽ ഏറ്റവും വ്യവസായ സൗഹൃദമുള്ള സംസ്ഥാനം. കേന്ദ്രം പറയുന്നു അത് കേരളമാണ്. ഫാസ്റ്റ് മൂവർ ബെസ്റ്റ് പെർഫോമർ ഇൻഡെക്സിൽ പറയുന്നു 4 തലങ്ങളിലും ഇൻഡെക്സുകളിൽ കേരളത്തിന് പുരസ്കാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പം ആ കാര്യത്തിലും കേരളം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യുവാക്കളെ സംബന്ധിച്ചും PSCയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയിൽ UPSCയോടൊപ്പം പോന്ന അതിനേക്കാൾ കൂടുതൽ നിയമനം നടത്തിയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ 23,576 വാർഡിലും LDF ജയിക്കുമായിരിക്കും. അല്ല, അങ്ങനെ അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. പാതിയിൽ അങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന് ഉള്ള വിധിയെഴുത്തും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. ആ പ്രകടമാകുന്നതിന്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾക്ക് അത് അനുഭവമാകണം എന്നുള്ളതാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്നേ. അതുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊരു ദിശാസൂചികയാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം പ്രാദേശിക വിഷയങ്ങളും സ്ഥാനാർത്ഥിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഇത്രയേ ഉള്ളൂ. വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇനി കോൺഗ്രസിൻ്റെ അടുത്ത് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ തന്നെ ഈ അവർ രോഷാകുലരാവുന്നതും അവർ വല്ലാതെ കടന്ന് ഉരുളുന്നതുമായ ഒരൊറ്റ ചോദ്യത്തിലാണ് 5 ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോഴേ വയനാട്ടിലെ വീടിൻ്റെ കാര്യം ചോദിച്ചാൽ എന്താണ് ഇവർക്ക് മറുപടിയുള്ളത്? അതല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടതല്ലേ? പല ഘട്ടങ്ങളിലായിട്ടാണല്ലോ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് വീട് നിർമ്മിക്കാത്തതെന്നാണ് ഇപ്പോൾ VD സതീശൻ പറയുന്നത്. അന്നത്തെ ഓഡിയോ ബൈറ്റ് നമ്മൾ കേട്ടതല്ലേ. ഇനി സംസ്ഥാന സർക്കാർ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടേതായ നിലയിൽ കണ്ടെത്തുമെന്നുള്ളതാണ്. ഈ ഡിസംബർ മാസം കഴിയുമ്പോഴേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയാവും. അവിടെ ഏറ്റവും മികച്ച മാതൃകയിലുള്ള വീടുകൾ അവരുടെ കൈകളിലേക്ക് കിട്ടുന്ന അവസ്ഥയുണ്ടാവും. ലീഗിൻ്റെ വീടും ഏറെക്കുറെ തയ്യാറാവും. പക്ഷേ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് എവിടെ? യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് എവിടെ? ഈ ചോദ്യങ്ങൾക്കാണല്ലോ മറുപടിയില്ലാതെ പോകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് അനുഭവമുണ്ട്, മറുഭാഗത്ത് വാഗ്ദാനമുണ്ട്. ജനങ്ങൾ ഏത് വിശ്വസിക്കണം എന്നുള്ളതാണ് ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു ഘട്ടത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്നല്ല. പക്ഷെ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആൻറ്റി ഇൻകംബൻസി താഴെത്തട്ടിൽ അനുഭവവേദ്യമാകുന്നില്ല എന്നുള്ളതാണ്. ശബരിമലയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പോറലായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് സ്വന്തം ജീവിതാനുഭവത്തിലുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. ഇപ്പോൾ K. ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിച്ചതിൽ ആർക്കാ എതിർപ്പുള്ളത്? കേരളത്തിൽ ഏറ്റവും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിലുള്ള അപ്പോയിൻമെൻറ്റുകളല്ലേ നടത്തുക? ഒരു രീതിയിലും ഒളിപ്പിച്ചു വെക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ജയകുമാറിൻ്റെ നിയമനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയകുമാർ അതിൽ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ അറിയാതെ ഫയലുകൾ നീക്കരുത്, അജണ്ട തീരുമാനിക്കരുത് എന്ന സുപ്രധാനമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെങ്കിൽ ആൻറ്റി ഇൻകംബൻസിയേക്കാൾ അഥവാ ഭരണവിരുദ്ധ വികാരത്തേക്കാൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ വികസനത്തിൻ്റെ എലമെൻ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് പൂർണ്ണമായും ആ രീതിയിലായിരിക്കില്ല വിലയിരുത്തലുണ്ടാവുക. പ്രാദേശികമായ വിഷയങ്ങളുണ്ടാവും. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണ്ണ് മാഫിയ വിഷയം ഒരു ചർച്ചയാവും, അഴിമതി വിഷയം ചർച്ചയാവും, റോഡ്, പ്രാദേശികമായിട്ടുള്ള വികസനം, ഇതെല്ലാം ചർച്ചയാവും. പക്ഷേ ഇന്ന് UDF ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രികയെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രകടന പത്രികകളും താരതമ്യം ചെയ്താൽ ഒരു പ്രകടന പത്രിക വാഗ്ദാനമായി നിൽക്കുമ്പോൾ മറു പ്രകടന പത്രികയിൽ പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് എൻ്റെ വിഷയം. അപ്പോൾ പോര് കടുക്കും എന്നാണ് എൻ്റെയും നിലപാട്. Meet the editors.